ഹായ്. സാരി ഇല്ലാതെ എന്തോ ഓണാഘോഷം അല്ലെ? ഋത്വയിലും കേരള സാരിയാണ് കേട്ടോ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ചുരിദാർ മെറ്റീരിയൽസിൽ മാത്രമായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ ഒരുപാട് റെഗുലർ കസ്റ്റമേഴ്സ് ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു സാരി കൂടെ കൊണ്ടുവന്നൂടെ എന്നുള്ളത്. അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഈ ഒരു സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കേരളത്തിന്റെ തനത് കലാരൂപം കഥകളിയുടെ ഒരു പ്രിന്റ് ആണ് കേട്ടോ ത്രൂ ഔട്ട് ആയിട്ട് വരുന്നത്. അത് 5 ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ്, ഒപ്പം വിത്ത് ബ്ലൗസും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ സാരിയുടെ പല്ലു പോർഷൻ വരുന്നത്. ഫുൾ ആയിട്ട് ആ ഒരു കഥകളിയുടെ പ്രിന്റ് ആണ് വരുന്നത്. ഇതിൽ കളർ വരുമ്പോൾ ഗ്രീൻ കളർ, നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത്. പല്ലു പോർഷനിലും അതുപോലെ 2 എൻഡിലും ആയിരിക്കും ആ ഒരു കഥകളിയുടെ പ്രിന്റ് വരിക. ബാക്കി ബോഡി പോർഷൻ ഫുൾ ആയിട്ട് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇനി ബ്ലൗസ് പീസിലേക്ക് പോകുമ്പോൾ ആ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ ഇതുപോലെ ബനാറസി ബൂട്ടാസ് വരുന്ന ഗോൾഡൻ ചെറി വെച്ചുള്ള വൂവൺ ബൂട്ടാസ് ആണ് കേട്ടോ വരുന്നത്. അങ്ങനെ വരുന്ന ഒരു ബ്ലൗസ് പീസ് ആയിരിക്കും വരുന്നത്. അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡ് ആണ്. റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. 899 രൂപ, 899 മാത്രമേ വരുന്നുള്ളൂ. അതും ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ 5 കളർ ഷെയ്ഡ്സും വരുന്നത്. ഫസ്റ്റ് ഗ്രീൻ വരുന്നുണ്ട്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഷെയ്ഡ് വരുമ്പോൾ ഒരു പർപ്പിൾ ഷെയ്ഡ് ആണ്. അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡ്സ്. ബ്ലൗസ് പീസ് കണ്ടോ ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഉള്ളി ആ ഒരു ബനാറസി ബൂട്ടാസ് വരുന്നുണ്ടാവും കേട്ടോ. ഈ പ്രിന്റിൽ വരുന്ന കളറിനും അതുപോലെ ടാസൽസിന്റെ കളറിനും മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന സമയത്ത് അത് ബ്ലാക്കിലാണ് കേട്ടോ വരുന്നത്. അടിപൊളിയാണല്ലേ. ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കേരള സാരിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. നെക്സ്റ്റ് വരുമ്പം ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ്. ലാസ്റ്റ് ഷെയ്ഡ് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ്, നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ആണ്. അപ്പൊ റേറ്റ് വരുമ്പോൾ 899 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതും ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത്. ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ പെട്ടെന്ന് തന്നെ കയറി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ.